ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ റയാൻ ആൻഡ് മമ്മി. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കും റയാൻ ആൻഡ് മമ്മി, റയാൻ എന്ന് പറഞ്ഞിട്ട് മമ്മി മാത്രമേ ഉള്ളൂ, റയാൻ ഉറക്കമാണ്. അപ്പം നമ്മൾ ഇന്ന് അതെ, റയാൻ വരുമ്പോൾ പപ്പായ ചേർത്ത്. അപ്പം നമ്മൾ ഇന്ന് ഒരു ഫ്രൈഡ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. എപ്പോഴും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കൂടി കാണിക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ എങ്ങനെയാണ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടി കാട്ടിത്തരാം. അപ്പോൾ വായോ. ആദ്യം പോയി കോഴി കഴുകി. ഓക്കെ, ശരി. അപ്പോൾ ഗായ്സ്, ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ചിക്കന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലും നമുക്ക് ചിക്കൻ്റെ അകത്തോട്ട് അത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാട്ടിത്തരാം. ഇതിപ്പം ഒരു 20 ml വിനീഗർ ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ടല്ലോ, അപ്പം അന്നേരം കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഗാർലിക് പൗഡറാണ്, ഇത് ഒണിയൻ പൗഡർ. ഇത് വെറും ഓപ്ഷണൽ മാത്രമാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണമെന്നില്ല. ഈ ഗാർലിക് പൗഡറിന് പകരം ഗാർലിക്ക് ചതച്ചിട്ടാലാണെങ്കിലും മതി. നമ്മുടെ ഇപ്പോൾ ഇത് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇടുന്നതേ ഉള്ളൂ. ഇതില്ല എന്ന് പറഞ്ഞ് ആരും ഇത് ഉണ്ടാക്കാതിരിക്കരുത്, ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒണിയൻ പൗഡറോടെ ഇട്ട് കൊടുക്കാം. വാങ്ങിയതല്ലേ, ഏതായാലും കളയാൻ പറ്റില്ലല്ലോ, അപ്പം നമുക്ക് ഇട്ടേക്കാം. ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ഇതിപ്പം ഒരു 1/2 ലിറ്റർ തൈര് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ്. ഇതിവിടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഒക്കെ നമ്മൾ പിന്നെ ഇനിയും ചേർക്കുന്നുണ്ട്, വേറെ പൊടിയൊക്കെ. അപ്പം ഇപ്പോൾ ഇത്രയും മതി മുളക് പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഇതിലേക്ക് പുരട്ടി വെക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. ഈ തൈരിൻ്റെ അകത്ത് ഇത് വെക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ചിക്കൻ നല്ല ജ്യൂസി ആവും, നല്ല സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈരിൻ്റെ അകത്ത് ഇത് ഇട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ ചേർക്കാം. നമുക്ക് ഈ മിക്സിലേക്ക് ചിക്കൻ ഇടുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ചിക്കൻ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. നോക്കി കുത്തണം, കൈ കുത്തരുത്. ലാസ്റ്റ് പിന്നെ അമ്മ പറഞ്ഞു ചിക്കനെ കുത്തണമെന്ന് പറഞ്ഞ് കൈ കുത്തിയിട്ട് എന്നെ ഒന്നും പറഞ്ഞേക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് കുത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നാൽ നല്ല ഈ മിക്സ് എല്ലാം കൂടെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കുത്തട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതെല്ലാം നന്നായിട്ട് കുത്തി ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് അങ്ങ് മുക്കി വെക്കാം. ഇത് നന്നായിട്ടൊക്കെ പിടിക്കട്ടെ. അതിന് നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിലേ വെക്കാവുള്ളൂ, ഫ്രീസറിൽ കൊണ്ട് വെക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. ഓക്കെ, 3 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കണം. 3 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം. 3 മണിക്കൂർ സമയമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സിനിമ കാണാം, റെസ്റ്റ് എടുക്കാം. പക്ഷെ നമ്മൾ ഇതിന്റെ കൂടെ സൈഡ് ചെയ്യുന്നത് മയോണൈസ്. സിനിമ കാണാൻ റെസ്റ്റ് ചെയ്യാൻ സമയമില്ല, ഇതിന്റെ കൂടെ സൈഡായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണം മയോണൈസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മയോണൈസിന്റെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്യും. കാണാത്തവര് കണ്ടു നോക്കുക. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ അധികം സമയം വേണ്ട, 3 മണിക്കൂർ മുമ്പേ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീരാറാകുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതി. എന്നാ ഒരു കാര്യം ചെയ്യാം, അതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് 3 മണിക്കൂർ പോയി തൂങ്ങാം. കേൾക്കുന്നത് അതുകൊണ്ട് വെക്ക്, അതുകൊണ്ട് ഫ്രിഡ്ജിലോട്ട് പോയി പറഞ്ഞ പോലെ ചെയ്യത്തില്ല. അപ്പോൾ ഗായ്സ്, 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചിക്കൻ വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 മണിക്കൂർ ചിക്കനും ഫ്രിഡ്ജിലിരുന്ന് തൂങ്ങി, ഞാനും തൂങ്ങി, അങ്ങേരും തൂങ്ങി. ഇനി നമുക്ക് 2 സ്റ്റെപ്പ് കൂടെ ഉണ്ട്, അതുകൂടെ കാണാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമുക്ക് ഒരു 3 മുട്ട വേണം. അത് നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ചിടാം. നമ്മൾ ഏകദേശം ഒരു
2 കിലോ 2.5 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. 2.5 അപ്പോൾ അതിന് ഏകദേശം ഒരു 3 മുട്ടയെങ്കിലും വേണ്ടി വരും. അതെ, അപ്പോൾ ഇതാ 3 മുട്ട. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ സോയ. ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോകരുത്. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ സാദാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ. ഇച്ചിരി മെനക്കെട്ടാലും നമുക്ക് രുചിയായിട്ട് കഴിക്കാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഉപ്പ്, സം സോൾട്ട്. ഉപ്പ് നമ്മൾ മുമ്പേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതെ, ഉപ്പ് നമ്മൾ അതിനനുസരിച്ച് ഇടാവുള്ളൂ. ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അധികം ഇടല്. അത്രയും വേണ്ട, അത്രയും വേണ്ട, വേണം. ഹാഫ്. ഉപ്പ് രുചിച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി. അതെ, നെക്സ്റ്റ് മുളക് പൊടി. ഈ ഫ്രൈഡ് ചിക്കൻ്റെ ആള് ഞാനല്ല, ഇതുണ്ടാക്കുന്ന ആള് ഞാനല്ല, ഞാൻ വേറെ ഹെൽപ്പർ മാത്രമാണ് ഗൈസ്. അപ്പം 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി. അതെ, നെക്സ്റ്റ് ഗാർലിക് പൗഡർ. ഓക്കെ, മതി. ഇനി നമുക്ക് പിഞ്ച് ഓഫ് ഒരു നുള്ള് ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് മൈദ എത്ര? അതൊന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് നല്ലപോലെ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം നമുക്ക് മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാറ്റർ ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ കുതുക്കാൻ വെച്ച ചിക്കനല്ലേ, ഈ ചിക്കനെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് പെരട്ടി കൊടുക്കാം. നമുക്ക് നല്ല പൊതിഞ്ഞെടുക്കാം. ഏകദേശം ഇത് എത്ര കിലോ ചിക്കൻ വേണം? 2.5 കിലോ ചിക്കൻ ഉണ്ട്. ഒരു 18-19 പീസ് ചിക്കൻ പീസ് നമുക്ക് കിട്ടും കേട്ടോ. നല്ല ലാവിഷായിട്ട് ഒരു 5 പേർ കഴിക്കാം അല്ലേ? ഇത് 2 കോഴിയുണ്ട്. ആക്ച്വലി മൊത്തത്തിൽ മേടിച്ചപ്പോൾ 4 കിലോ ഉണ്ടായിരുന്നു. പോയിട്ട് ബാക്കി ഏകദേശം ഈ നമ്മൾ റോസ്റ്റിന് എടുത്ത ചിക്കൻ പീസ് ഏകദേശം 2.5-3 കിലോളം ഉണ്ട്. നമുക്ക് നന്നായിട്ട് തേച്ച് എല്ലായിടത്തും പിടിക്കപ്പെട്ട കല്ലിട്ടേക്കാം. എല്ലാം നല്ല സെറ്റാക്കി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മൂടി നമുക്ക് സൈഡ് വെച്ചേക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇനി ഒരു സൈഡിൽ മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ കോട്ടിങ്ങിനുള്ള പരിപാടിയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് മൈദ വേണം. ഇച്ചിരി ഏറെ വേണ്ടി വരും ഇത്രയും പീസ് ചെയ്യാൻ. രണ്ട് ടിപ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഏകദേശം ഒരു 1 kg എടുത്ത് മൈദയുണ്ട്. മുമ്പേ എടുത്തു, അതിൻ്റെ ബാക്കിയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത് കോട്ടിങ്ങിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് മതി. ഉപ്പിട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്? മുളക് പൊടി നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എരിവ് അനുസരിച്ച് വേണ്ടുന്നതനുസരിച്ച് ഇടാവുള്ളൂ. നമ്മളിവിടെ നന്നായിട്ട് എരിവ് കൂട്ടുന്നവരാണ്. ഇനി നമുക്ക് എന്താണ്? കോൺഫ്ലവർ ക്രിസ്പിനെസ് കൂടാൻ വേണ്ടിയാണ്. ഓക്കെ, ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ട്. നമുക്ക് എന്നാ വേണ്ട? ഗാർലിക് പൗഡർ. ഈ ഗാർലിക്ക് ചിലർക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഗാർലിക് പൗഡർ നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ആഡ് ചെയ്യുന്നു ഗാർലിക് പൗഡർ. എല്ലാവരും ഓർക്കും ഇത് എന്തിനാ ഈ കണ്ടെയ്നറിനകത്ത് അല്ലെങ്കിൽ ജാറിനകത്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞു. ഇതിങ്ങനെ അടക്കിയ കണ്ടോ, കുലുക്കിത്തക്കത്ത
കുലുകുലി കുത്തി. ഓക്കെ, നന്നായിട്ട് എല്ലാം നല്ല മിക്സ് ആവണത്. ഈ ബാറ്ററിനിടയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഉപ്പുണ്ട്. വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇത് ഡിപ്പിങ്ങിന് വേണ്ടി വെച്ചേക്കുന്ന മാവ് ഇതൊരു വേറൊരു പാത്രത്തിനകത്ത് നമ്മൾ ആക്കി വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഇത്ര മാവിനകത്ത് ഒന്നിച്ച് ഇത് ഇടാൻ തുടങ്ങിയാല് പെട്ടെന്ന് കട്ടിയാവും. ഓക്കെ, ആ ബാറ്ററിന്റെ ഇതെല്ലാം കൂടെ വീണല്ലേ. ആവശ്യത്തിന് മാത്രം വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്കത് ഡിപ്പ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇതിനകത്ത് എടുത്തിട്ട് വേണം നമ്മൾ ഡിപ്പ് ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഗ്യാസിൽ എത്രയും ഗ്യാസ് ചിലവാകും. അത് തന്നെയല്ല, ഈ ഉരുളിയിലാകുമ്പോൾ നമുക്ക് 2 സെറ്റ് കൊണ്ട് കാര്യം തീർക്കാം. ഗ്യാസിലാകുമ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കവിടെ ചിക്കൻ സെറ്റാക്കാം. ഓക്കെ, അതെ, നിങ്ങളവിടെ നിന്ന് താളം കൊട്ടാനല്ല, അടുത്ത സ്റ്റെപ്പ് പറ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് കുറച്ച് മാവ് നമ്മൾ ഇതിനകത്തോട്ട് എടുത്തു. ഇനി നമ്മൾ ചിക്കൻ പീസ് എടുത്ത് ഇങ്ങനെ അതിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് നല്ലപോലെ അടപ്പ് ഒക്കെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ കുലുക്കണം. കുലുക്കിത്തക്ക. ഓക്കെ, ജോറായിട്ടുണ്ട്. ഇത് കണ്ട, ഇതങ്ങോട്ട് ഇടുക. അതോടെ തന്നെ പറ്റത്തില്ലല്ലോ. ഇല്ല, ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ഇതെല്ലായി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റെഡി. ഓക്കെ, വാവ് പറയാനായിട്ടില്ല ഗൈസ്. ഇതാ കണ്ടോ, നന്നായിട്ട് പീസെല്ലാം നല്ലപോലെ കൂട്ടിയെടുക്കണം. ഈ ക്രസ്റ്റ് ആണ് ഇതിന്റെ ബ്യൂട്ടിനെസ്. ഓക്കെ, ഈ ക്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പലരും പല രീതിയിൽ കഷ്ടപ്പെടാറുണ്ട്. ചിലർ ഇതിനകത്ത് കോൺഫ്ലെക്സ് പൊടിച്ച് ചേർക്കുന്നു, പല ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നല്ല രീതിയിൽ ഇതിനകത്ത് പൊടിക്കകത്തിട്ട് ഇതേപോലെ കുലുക്കിയിട്ട് ഇത് നല്ലപോലെ കുടയണം. ഇതിന്റെ എക്സസ് മൈദ മാവ് മൊത്തം പോകണം. കണ്ടോ ഗൈസ്, ക്രിസ്പി ഉണ്ടോ? ബ്യൂട്ടിഫുൾ. ഓക്കെ, നമുക്കിത് എണ്ണയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ദാ നമ്മുടെ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. താങ്ക് യു ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.